ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പൊ പതിവ് പോലെ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ പാർട്ടി വെയർ ഉണ്ട്, പിന്നെ കാഷ്വൽ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല നല്ല അടിപൊളി പ്രൊഡക്ട്സ് നല്ല ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നല്ല സൂപ്പർ സൂപ്പർ പ്രിന്റിൽ ഗൗൺസും വന്നിട്ടുണ്ട്. ആരും മിസ് ചെയ്യാണ്ടും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കണ്ടോട്ടോ. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ, നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് പറയുന്നത്. അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. അറിയാലോ, നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷെറാറ സെറ്റ് ആണ് വന്നിട്ടുള്ളത്. അതിലും ഷിനോൺ സിൽക്ക് മെറ്റീരിയൽ കംപ്ലീറ്റ് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അത് ഇതിൽ വർക്ക് ആണെങ്കിൽ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കോമ്പിനേഷനിലായിട്ടുള്ള സൂപ്പർ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈസ് ആണെങ്കിൽ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള സൈസ് എക്സൽ തന്നെയാണ്. ലെങ്ത് ഷെറാറ സെറ്റ് ആയതുകൊണ്ടിട്ട് 38 ഇഞ്ച് ആയിരിക്കും ലെങ്ത് വന്നിട്ട്. പാൻറ് അതിന്റെ ഒരു പലാസോ ടൈപ്പ് ആയിട്ട് വന്ന കാരണം കൊണ്ടിട്ടായിരിക്കും അങ്ങനെ ഒരു ടൈപ്പ് വന്നത്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കാണ്. അതിൽ നെക്ക് പോർഷനിൽ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് നല്ല ഭംഗിയായിട്ട് പോയിട്ടുള്ളത്. പിന്നെ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് കോമ്പിനേഷൻ കംപ്ലീറ്റ് ഫില്ലായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണ്. നല്ല പ്യുവർ ഷിനോൺ സിൽക്ക് മെറ്റീരിയലാണ്. നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലുമാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ പാൻസ് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞ ഷെറാറ സെറ്റ് ആണ്. ഷെറാറ സെറ്റിൽ നോർമലി ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള പാൻസ് ആണെങ്കിൽ ഇതിൽ നല്ല വീതി ആയിട്ടുള്ള ഒരു പലാസോ ടൈപ്പ് പാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആയിരിക്കും പ്ലീറ്റഡ് അല്ലാത്ത ഇങ്ങനെ പലാസോ ടൈപ്പിൽ. അതിൽ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളതും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലുള്ള പാൻസ് തന്നെയാണ്. പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് സെയിം മെറ്റീരിയൽ തന്നെ 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടി കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. കണ്ട ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷനും കൂടി ആ ഒരു ഫുൾഫിൽ ആയിട്ട് പോയിട്ടുണ്ട്. 2 സൈഡ് ആ ഒരു സെയിം വർക്ക് തന്നെയാണ് സ്കാൽപ്പ് ബോർഡർ വർക്ക് ആയിട്ട് പോയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം കേട്ടോ. പിന്നെ കളേഴ്സ് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലും കൂടിയിട്ടാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ സ്റ്റാൻഡേർഡിൽ പാർട്ടി വെയർ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ റേറ്റ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്രൈസ് 1795 അപ്പൊ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് ഇത്. നമ്മൾ ഷോപ്പിലേക്ക് 2000 അബവ് ഒക്കെ സുഖമായിട്ടൊക്കെ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്. അതാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ കണ്ട. അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ്. ഇപ്പൊ നോർമലി 3 പീസ് ഇട്ട് മടുത്തവർക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സൈസ് എക്സൽ ആണുള്ളത്. എക്സൽ എന്ന് പറയാൻ നേരത്ത് ചെസ്റ്റ് മെഷർമെന്റ് വൺ സൈഡ് 21 ചുറ്റളവ് ഒരു 42 ഇഞ്ചാണ് വന്നത്. പിന്നെ നേരത്തെ ഞാൻ ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷെറാറ സെറ്റ് ആയതുകൊണ്ടിട്ട് ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു ആവറേജ് ലെങ്ത് ആയിരിക്കും ഉണ്ടാവുന്നത്. എന്നാലാണ് ആ ഒരു സെറ്റ് ഷെറാറ സെറ്റിൽ പൊതുവെ വരാൻ നേരത്ത് അതിന്റെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഈ ഒരു ലെങ്ത് തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. എന്നാലാണ് ആ പ്രൊഡക്റ്റിന്റെ ഭംഗി ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പാൻസിന്റെ ഭംഗിയൊക്കെ അങ്ങനെ ഫില്ലിംഗ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ട അപ്പൊ എല്ലാ കളേഴ്സും പേസ്റ്റൽ ഷെയ്ഡ് ആയതുകൊണ്ടിട്ട് പേസ്റ്റൽ ഷെയ്ഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല ബിഗ് സൈസ് ഷോളും കൂടിയായിട്ടാണ് വന്നത് കേട്ടോ. നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. ഈ കാണിച്ച മൂന്ന് കളേഴ്സിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി ഇത് മെറ്റീരിയൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഏകദേശം ഒരു സാറ്റിനിലൊക്കെ പെട്ടൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സാറ്റിൻ ആകുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ഇത് കുറച്ച് ഗ്രിപ്പുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല പ്രീമിയം ലെവല് മെറ്റീരിയൽ ഒന്ന് തന്നെയാണ്. ഇതിൽ നമ്മുടെ അടുത്ത് ആകെ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പോയിട്ടുള്ളത്. സൈസ് ആണെങ്കിൽ കറക്റ്റ് 3XL സൈസ് ആണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഭാഗം കൊണ്ടിട്ട് ആംഫിറ്റ് കറക്റ്റ് 23 ആണ് വൺ സൈഡ് വരുന്നത്. ചുറ്റളവ് ഒരു 46. ഇനി ഈ ഭാഗം കൊണ്ടിട്ടൊക്കെ ഒരു 3XL ചിലവരുണ്ടാവും കുറച്ച് ലൂസായിട്ട് കറക്റ്റ് ഇടാണ്ട് 3XL പകരം 4XL ഒക്കെ ഇടുന്നവര്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഈ സൈസ് 3XL ചൂസ് ചെയ്യണത് ബെറ്റർ ആയിരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ടൈറ്റ് ഫിറ്റിംഗിൽ പ്രൊഡക്റ്റ് നിൽക്കും. അങ്ങനെ കറക്റ്റ് ടൈറ്റ് ഫിറ്റിംഗിൽ ഇടണവർക്കാണെങ്കിൽ ഇത് 3XL എടുക്കുക, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള XXL ആയിരിക്കും ചൂസ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. സ്ലീവ് ഒക്കെ ഈ പ്രൊഡക്റ്റിൽ അത്യാവശ്യമായിട്ടുള്ള സ്ലീവ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളതും. പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഓൾമോസ്റ്റ് വന്നിട്ടുള്ള ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സ്യൂട്ട് ആയിട്ടുള്ള ഒരു ടോപ്പും കൂടിയിട്ടാണ്. പിന്നെ നോക്കിക്കേണ്ട
റൗണ്ട് നെക്കാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ വരാൻ നേരത്തെ ഒരു ഫ്രണ്ടിൽ കംപ്ലീറ്റ് നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു ത്രെഡ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷനാണ്. നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ടച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയുണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ ഒരു ഷൈനിങ് തന്നെ നോക്കി വെക്കേണ്ട നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയലും കൂടിയിട്ടാണ് അതിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. ബോട്ടം വരാൻ നേരത്ത് നല്ല ഫുൾഫിൽ ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ തന്നെയാണ് വന്നിട്ടുള്ളതും. പിന്നെ കംപ്ലീറ്റ് സ്റ്റിച്ചഡ് ആയിട്ടുള്ളൊരു ലൈനിങ് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വരാൻ നേരത്തെ വേണ്ട ഒരു മെറ്റീരിയലിന്റെ ഭംഗിയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ടുള്ളതും. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തും അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ്. പിന്നെ ഒരു എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ഇടമുള്ള പാൻസ് ആയതുകൊണ്ടിട്ട് 3XL ആയിരിക്കും ധൈര്യമായിട്ട് എടുക്കാം. വരാൻ നേരത്ത് 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ ആണ്. 2 സൈഡും പോയിട്ടുള്ള ചെറിയൊരു ത്രെഡ് വർക്കും പോയിട്ടുണ്ട്. പിന്നെ 4 കോർണറിലും ഷോർട്ട് എസൽസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് 3XL സൈസ് ഇത്രയും കൺഫേം ആയിട്ട് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിൽ വന്നിട്ട് 3XL സൈസ് ഉള്ളവർ എടുത്ത് പോയിട്ടിട്ട് ആ ഒരു ധൈര്യത്തിലും കൂടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ലൂസ് ആയിട്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് 3XL എടുക്കാതിരിക്കണേക്കും ബെറ്റർ. XXL ആയിരിക്കും നല്ല കുറച്ചൊരു ഇടത്തരം ലൂസിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണ്. അപ്പോൾ സൈസിനെ ഇതിൽ മെൻഷൻ ചെയ്യണ 3XL ആയിരിക്കും. പിന്നെ തൊട്ട് താഴെയുള്ള XXL ആയിരിക്കും കൂടി എടുക്കുക എന്നുള്ളതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 16.95 ഉള്ളൂ കേട്ടോ. 16.95 ഒരു സാറ്റിൻ്റെ ഒക്കെ ഒരു മെറ്റീരിയലൊക്കെ പെട്ടൊരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. കറക്റ്റ് സാറ്റിൻ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സാറ്റിൻ കുറച്ചിങ്ങനെ അതായത് ഇങ്ങനെ ഒഴുകി കിടക്കണ മാതിരത്തെ മെറ്റീരിയലാണ്. ഇത് കുറച്ചൊരു ഗ്രിപ്പായിട്ടുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെറ്റീരിയൽ ടൈപ്പ് ഞാൻ എടുത്ത് പറയാനായിട്ട്. കണ്ട അപ്പോൾ നല്ല ഗ്രാൻഡ് ആയിട്ടൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനൊക്കെ, അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സെറ്റൊക്കെ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. വർക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റിയും ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. കണ്ട അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പ്രൈസ് റേറ്റിൽ ഇത്രയും നല്ല വർക്കുള്ള ഇത്രയും നല്ല മെറ്റീരിയൽ പ്രൊഡക്റ്റ് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ വന്നാലും ഒരു 2000 അബോവ് നിങ്ങൾ ഇങ്ങനത്തെ സെറ്റിന് പുറമേ പ്രതീക്ഷിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പം 3 കളേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും. അടുത്തായിട്ട് നോക്കിയോക്കിയേ, ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു നല്ലൊരു കോട്ടണിലൊക്കെ ഒരു പെട്ടൊരു മെറ്റീരിയലാണ്. അതായത് കോട്ടനും റയോണൊക്കെ ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് കോട്ടനേക്കാളും നല്ല കൂടിയ മെറ്റീരിയലാന്ന് പറയാം കേട്ടോ. അപ്പോൾ കോട്ടണിലൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മസ്ലിൻ്റെ ഒക്കെ ഒരു ടച്ച് കിട്ടും, കാരണം ഗോൾഡൻ ഷെയ്ഡ് വർക്കൊക്കെ അതിൽ ബോർഡർ ആയിട്ട് പോണാരം കൊണ്ടിട്ട് ആ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് കിട്ടണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സൈസ് XXL ആണ് ബാക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ XLൻ്റെ ഒക്കെ മെഷർമെന്റ് ഉള്ളൂ. ലെങ്ത് ഒരു 46 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ റൗണ്ട് നെക്കാണ്. അത് യോക്ക് പോർഷനിൽ വേറൊരു ഒരു അജ്രക് പ്രിന്റ് പോലെ എക്സ്ട്രാ പോയിട്ടുണ്ട്. അതിൽ ബോർഡറും കൂടിയിട്ട് ലേസ് ആയിട്ട് മൈന്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ഡുകൾ മിക്സ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് മിക്സ് ആയിട്ടുള്ളൊരു പ്രിന്റിലാണ് കംപ്ലീറ്റ് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കോട്ടണിലൊക്കെ ട്രൈ ചെയ്യണവർക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. നല്ലൊരു കൂടിയ കോട്ടൺ ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രിന്റാണ് അതിൻ്റെ യോക്ക് ഭാഗത്തൊക്കെ ബോർഡർ പോലെ ഇങ്ങനെ വന്നിട്ടുള്ളത്. റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ XLR എടുത്താൽ മതി. XXL എടുത്ത് തന്നെ ടൈറ്റ് ആയി പോകും. ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ടാണ്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് ആ ടോപ്പും പാൻറ്റും കൂടി ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ലെവലിലാണ് ആ ഒരു ഷോൾ വന്നിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആ ഒരു സെയിം ആ ഒരു ഫ്ലോറൽ പ്രിന്റ് മിക്സ് ആയിട്ട് തന്നെയാണ് ഷോളിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്കും. അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കോട്ടണിലൊക്കെ ഡെയിലി വെയർ പോലെയൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണ്. വെറും 10.95 ഉള്ളൂ കേട്ടോ. അപ്പം മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ ഷോപ്പിലൊക്കെ 1300 സുഖമായിട്ടൊക്കെ സെയിൽ ചെയ്യണ പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ കളേഴ്സും ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ്സും ഈ ഒരു പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട അപ്പോൾ പ്രത്യേകം പറയാം, ഈ ഒരു ഭാഗം കൊണ്ടിട്ടൊക്കെ ഏകദേശം ഒരു XXL ഒക്കെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും താഴത്തേക്ക് വരാൻ നേരത്തെ ടൈറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതായത് കൊണ്ടിട്ടാണ് നമ്മളിത് മെയിനായിട്ട് XL ആയിരിക്കും പ്രിഫർ ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യണ കസ്റ്റമേഴ്സ് ആയതുകൊണ്ടിട്ടാണ് നമ്മളൊരു പൊടിക്ക് ഈ സൈസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കയറ്റി പറയാനായിട്ടോ. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നിങ്ങൾക്ക് ഒരു പൊടിക്ക് ലൂസ് ആണെങ്കിലൊക്കെ സുഖമായിട്ടൊക്കെ ഷേപ്പ് ചെയ്തെടുത്താൽ തന്നെ കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടണം പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ്. പകരം നിങ്ങൾക്ക് ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല.
അതാരം കൊണ്ടിട്ടാണ് മെയിനായിട്ട് ആ ഒരു മെഷർമെന്റ് കീപ്പ് ചെയ്തിട്ട് എല്ലാ പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ സൈസും നമുക്ക് വന്നിട്ടുള്ളത് എക്സൽ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു യോക്കിൽ കണ്ട സെയിം വർക്ക് തന്നെ ആയിരിക്കും പാൻറ്റിന്റെ ആ ഒരു വർക്ക് വന്നത്. പിന്നെ ഷോളിന്റെ കോമ്പിനേഷൻ വന്നത് ടോപ്പിന്റെ പ്രിന്റും പിന്നെ പാൻറ്റിന്റെ പ്രിന്റും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഷോളിൽ വന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺ വരാൻ നേരത്ത് അധികം ആ ഒരു ടൈപ്പിൽ തന്നെ ആയിരിക്കും വന്നത്. അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ ക്ലൈമറ്റിന്റെ ഒക്കെ ചൂടായാലും തണുപ്പായാലും ഒക്കെ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലും കൂടിയിട്ടാണ്. അപ്പോൾ ഇതിന്റെ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഇതും എക്സൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ നോക്കി എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ് ആയിട്ടാണ് ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് പ്രിന്റിൽ വന്നിട്ടുള്ളത്. അതാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളതും. എൻ്റെ ഷോളൊക്കെ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഷോളും കൂടിയിട്ടാണ് സെറ്റിൽ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിലതിൻ്റെയൊക്കെ ഒരൊറ്റ പീസ് ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും കൊണ്ടിട്ടല്ല. എൻ്റെ റിപ്പീറ്റേഷൻ പറഞ്ഞപ്പോൾ പലതരം പ്രിന്റും ലൈറ്റും ഡാർക്ക് ഷെയ്ഡിലും മിക്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതൊക്കെ എക്സൽ സൈസിൽ തന്നെയാണ് വന്നിട്ടുള്ളതും. വെറും 10.95 നിങ്ങൾക്ക് നല്ല മെറ്റീരിയലിൽ ഡെയിലി വെയർ പോലെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെ. പിന്നെ മസ്ലിൻ ടച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും പ്രൊഡക്റ്റിന്. അപ്പോൾ അത് ഇട്ടാൽ തന്നെയാണ് അതിൻ്റെ ഒരു കംഫർട്ട് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് പെരുന്നാളിനൊക്കെ നല്ല, പെരുന്നാളിന് മാത്രമല്ല കേട്ടോ, എപ്പോൾ വന്നാലും അധികം ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ആയിരിക്കും നമുക്ക് ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്ത് പോകണം കേട്ടോ. കാരണം മേടിച്ചവർ വീണ്ടും വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ചോദിച്ചു വന്ന് മേടിക്കണവരുണ്ട്. ഇത് ചെറിയൊരു ഡിഫറെൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ലേസിൻ്റെ ഒരു യോക്കിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇത് സൈസ് XXL ഉണ്ട്. അപ്പം എന്തെങ്കിലും സൈസിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വീഡിയോയിൽ ഈ കറക്റ്റായിട്ട് ലൈവായിട്ട് പറയേണ്ട ഒപ്പം തന്നെ നമ്മൾ സൈസിനോടൊപ്പം തന്നെ പ്രൈസിനോടൊപ്പം തന്നെ സൈസും നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഷോൾ വരാൻ നേരത്തെ ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോളും വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ XXL സൈസ് ആയിരിക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ 3XL ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൊട്ട് താഴെയുള്ള XXL ആയിരിക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള സൈസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കണ്ട ഇതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഷോൾ, അങ്ങനെ മിക്സ് ആയിട്ടാണ് സെറ്റിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. മെയിനായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയലാണ്. ഇവിടുന്ന് എടുത്തു പോയവരും അവരുടെ വേറെ പരിചയക്കാർ നമ്മുടെ അടുത്ത് ഷോപ്പിൽ നിന്നൊക്കെ ചോദിച്ച് വന്ന് വീണ്ടും പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ വെറും 10.95 നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നത്. ഷോപ്പിലൊക്കെ 1300 സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തന്നെ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നോക്കിയാൽ നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിൻ്റെ റീസ്റ്റോക്ക് വന്നതിൽ ആകെ ഒരു ഒറ്റ സെറ്റ് മാത്രം ഉള്ളായിരുന്നു. നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടി കൊടുക്കണ പ്രൊഡക്റ്റിൽ ഒന്നാണ് കേട്ടോ. അപ്പോൾ ടീലാണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത്. നല്ല പ്യുവർ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡിലാണ് വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ സൈസ് ആണെങ്കിൽ XXL ഉണ്ട്. ലെങ്ത് ഒരു 47 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഹൈനെക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ്. അപ്പോൾ ഹൈനെക്ക് ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് ആണ്. ആ ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. സ്ലീവിലടക്കം ആ ഒരു വർക്ക് കോമ്പിനേഷൻ ആ ഒരു ഫുൾഫിൽ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്തും ആ ഒരു ചെറിയൊരു ബോർഡർ വർക്ക് കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പ്ലെയിൻ കണ്ടിന്യൂറ്റി തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻസ് തന്നെയാണ്. അപ്പോൾ XXL ആയിരിക്കും നമുക്ക് ഷോപ്പിൽ നിന്നായാലും ഓൺലൈനിൽ നിന്നായാലും കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സെയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷോളാണ്. ഷോൾ പ്രിന്റഡ് ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ പ്രാവശ്യം നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ഷോളിൻ്റെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. 2 സൈഡ് ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടി കണ്ടിന്യൂറ്റി ആയിട്ട് പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റും കൂടിയിട്ടാണ് എൻ്റെ ഷോളിൻ്റെ സൈസ് നോക്കി നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഹ്യൂജ് ഷോൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളതും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 9.95 ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നിങ്ങൾക്ക് ഡെയിലി വെയർ പ്രൈസിൽ നല്ലൊരു പാർട്ടി വെയർ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യട്ടെ. അപ്പോൾ 9.95 ആകെ ഒരു ഒറ്റ സെറ്റ് ഉള്ള ആരോണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ 3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റിൽ. അപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ പ്ലെയിൻ വിത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഷോൾ കോമ്പിനേഷനും കൂടിയിട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചിലവർക്ക് ആ ഒരു പ്ലെയിൻ സെയിം ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെ. പിന്നെ വെറും 9.95 ഉള്ളൂ. അപ്പോൾ 9.95 ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസും കൂടിയിട്ട് തന്നെ ഉള്ളൂ.
നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. കണ്ട ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓൺലൈനിൽ 1195 കണ്ട ആണ് ഈ ഒരു സെറ്റൊക്കെ സ്റ്റോക്ക്, അതായത് അന്നും നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റിന്റെ പ്രൈസ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പൊ അതിലും റേറ്റ് കുറച്ചിട്ട് മാക്സിമം അങ്ങേറ്റവും ഡിസ്കൗണ്ട് റേറ്റിലാണ് പറയണത്. വെറും 995 ഉള്ളൂ കേട്ടോ. അടുത്തായിട്ട് നോക്കിക്കുക, നല്ല ഭംഗിയായിട്ടുള്ള ഗൗണാണ് വന്നിട്ടുള്ളത്. അതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ മെറ്റീരിയൽ. അപ്പൊ പ്രിന്റ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ്. ചെറിയൊരു ഹൈനെക്ക് വരുന്നുണ്ട്. പിന്നെ ഫുള്ള് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റണ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പൊ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോപ്പ് എന്ന് തന്നെ പറയാം. അപ്പൊ സൈസ് ആണെങ്കിൽ നമുക്ക് എക്സൽ ആണ് വന്നിട്ടുള്ളത്. ലെങ്ത് ഒരു 54 ഇഞ്ചാണ്. എനിക്ക് തന്നെ വെക്കാൻ നേരത്തെ ഈ ഒരു ലെങ്ത് റേഞ്ച് വരുന്നുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട ഒരു ചെറിയൊരു ചൈനീസ് നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ബട്ടൺ നല്ല ഷോ ബട്ടൺ അല്ല, അത് ഫുൾ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ബട്ടൺ, നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ തന്നെയുണ്ട്. പിന്നെ മെറ്റീരിയൽ ടെക്സ്റ്റൈൽ നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു ക്രഷ് ആയിട്ടുള്ള ടൈപ്പ് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ആണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് ഒരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള, ഫുൾ ലെങ്ത് എന്ന് പറയാനായിട്ടില്ല, അതിന് തൊട്ട് താഴെയായിട്ട് നിൽക്കോട്ടെ. എന്നാലും നല്ലൊരു ഭംഗിയായിട്ടുള്ള സ്ലീവ് തന്നെയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു കട്ടിങ് ഒരു ത്രീ ലെയർ കട്ടിങ് പോലെ ഇങ്ങനെ എൻഡ് വരാൻ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ടൈ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ട്. ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കട്ടിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർ കട്ടിങ് ആയതുകൊണ്ടിട്ട് അത്യാവശ്യം ഇങ്ങനെ ഫ്ലെയർ ലുക്ക് ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെ ടോപ്പ് കിടക്കുന്നുണ്ട്. അപ്പൊ കളേഴ്സ് ആണെങ്കിൽ നല്ല നല്ല ഷെയ്ഡ്സിലും ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല ഫാബ്രിക് തന്നെയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ വെറും 1095 ഉള്ളത്. അപ്പൊ ഒരു 1095 നല്ലൊരു ഫാബ്രിക്കും കൂടിയായിട്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോപ്പ് എന്ന് തന്നെ പറയാം. അപ്പൊ സൈസ് മെഷർമെന്റ് ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട്, നിങ്ങളുടെ ആ ഒരു സൈസ് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യട്ടെ. പിന്നെ പ്രത്യേകം പറയാനായിട്ടുള്ളത്, ജെന്യൂൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഒരു പരീക്ഷണം പോലെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് പിന്നെ പേയ്മെന്റ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റിലാണെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യണ കസ്റ്റമേഴ്സിന് നമ്മൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യും കേട്ടോ. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, കുറെ ഇതേപോലെ കസ്റ്റമേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് പിന്നെ പേയ്മെന്റ് ചെയ്യാണ്ട് വരുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് ഡെഡ് പീസ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് ആരാണ് പേയ്മെന്റ് ചെയ്യണം അവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. പിന്നെ റെഗുലർ കസ്റ്റമേഴ്സ്, നമ്മൾ സ്ഥിരം എടുക്കാനുള്ള കസ്റ്റമേഴ്സും ഒരുവിധം നമ്മൾക്ക് പേയ്മെന്റ് കവർ ചെയ്യാറുണ്ട്. എന്നാലും ചില കസ്റ്റമേഴ്സ് മാത്രം വീണ്ടും നമുക്ക് ഇതുപോലെ പേയ്മെന്റ് ചെയ്യാണ്ട് വിട്ടുപോകാൻ നേരത്ത് നമുക്കത് ഡെഡ് പീസ് ആയിട്ട് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ കളേഴ്സിൽ ഈ പ്രിന്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ലുക്ക് ഏകദേശം ഒരു മസ്ലിൻ ടച്ച് ആയിട്ടുള്ള ടോപ്പായിട്ട് തോന്നും. പക്ഷെ റയോണാണ്, നല്ല കൂടിയ റയോണാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് കൂളായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. സൈസ് ആണെങ്കിൽ 3XL ആണ് വന്നിട്ടുള്ളത്. എലൈൻ കട്ടാണ്, സൈഡ് ഓപ്പൺ അല്ല. ടോപ്പിന്റെ ലെങ്ത് ഒരു 46 ഇഞ്ചാണ്. എനിക്ക് തന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ് വന്നത് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട് റൗണ്ട് നെക്കിലാണ്. അതിന്റെ യോക്ക് പോർഷനിൽ എക്സ്ട്രാ ഒരു സ്റ്റോൺ വർക്കും ലേസ് ബോർഡർ വർക്കും പോയിട്ടുണ്ട്. പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡർ ഒന്നും വന്നില്ല. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡുകൾ ഇടയിൽ വന്നാരം കൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് തോന്നും കേട്ടോ ടോപ്പിൽ വരാൻ നേരത്ത്. പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാഷ്വൽ വെയർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് തന്നെയാണ്. പിന്നെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് 795 ഉള്ളൂ കേട്ടോ. നല്ല കൂടിയ റയോൺ മെറ്റീരിയൽ ആണ്. അപ്പം നല്ല റിവ്യൂ തന്നെയായിരുന്നു. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ നല്ല രീതിയിൽ എടുത്തു പോകുന്ന റെഗുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് ഇതിൻ്റെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എന്താ ഷോപ്പിലൊക്കെ 995 കൊടുക്കുന്ന ടോപ്പാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത്. പിന്നെ തൊട്ട് താഴെയുള്ള XXL ആയിരിക്കും യൂസ് ചെയ്യുക. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും. നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ടൊക്കെ ഷേപ്പ് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടണ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നോക്കിക്കണ്ട, നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റിലാണ് മിക്സ് ആയിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലും പ്രിന്റിലും ആണ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ട, ഈ കാണിച്ച കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ റെഗുലർ ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെ അതിൽ പ്രിന്റ് ഡിഫറെൻ്റ് ആയിട്ട് വന്ന കോഡ് സെറ്റ് ആണ്. ഇപ്പൊ റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്ന പ്രൈസ് നമ്മൾ വെറും 595 കൊടുത്തിരുന്ന കോഡ് സെറ്റ് ആണ്. അതിന്റെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിലും കൂടിയിട്ടാണ് മിക്സ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്,
സൈസ് ആണെങ്കിൽ എക്സലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിൽ ഡബിൾ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെന്റ് എക്സലിൻ്റെ ഉള്ളൂ. ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 38 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിനെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലെ 1-2 ബട്ടൺ ഓപ്പൺ ചെയ്യുക, ബാക്കിയൊക്കെ സ്റ്റിച്ചഡ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കിക്കേണ്ട ഷർട്ട് കോളർ ടൈപ്പ് ആണ്. ഷർട്ട് എക്സ്പാൻഡ് ആയിക്കാൻ എങ്ങനെ ഇരിക്കും ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. പിന്നെ അതിന്റെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് തന്നെയാണ്. കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പ് സ്ലീവ് തന്നെയാണ്. മെറ്റീരിയൽ ടോപ്പ് മെറ്റീരിയലാണ്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് ചെറിയൊരു കട്ടിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഒരു യു കട്ട് പോലെയാണ് എൻഡിലെ ബോർഡറിൽ വന്നിട്ട്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്ത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഇടത്തരം ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പാൻറ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉള്ള ടോപ്പ് തന്നെയാണ്. പിന്നെ പാൻറ്റിന്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 39 ഇഞ്ച് ലെങ്ത്തും വന്നിട്ടുള്ളൊരു പാൻറ്റും കൂടിയിട്ടാണ്. അപ്പൊ റേറ്റ് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ് വെറും 595 ഉള്ളൂ കേട്ടോ. 595 ഡോ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതുവരെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഒന്നും കൊടുത്തിട്ട് യാതൊരു കംപ്ലൈൻസും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേറ്റിൽ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ലുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് ഈ ഇതിന്റെ മെറ്റീരിയൽ. അപ്പൊ എക്സൽ ആയിരിക്കും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഡബിൾ എക്സൽ ഇത് സൈസ് കൊടുക്കാത്തെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ടൈറ്റ് ആയി പോകും. ഇതൊക്കെ കുറച്ചൊരു ലൂസായിട്ട് ഇടുന്ന ഒരു ടൈപ്പിൽ മേടിക്കണായിരിക്കും ഇങ്ങനത്തെ ഒരു സെറ്റൊക്കെ ബെറ്റർ ആയിട്ട് തന്നെ. അപ്പൊ 4 കളേഴ്സിലാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ 4 നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിന്റിലും കളേഴ്സിലും തന്നെയാണ് ഈ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഡബിൾ എക്സൽ സൈസിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ ഒരു ആവറേജ് ലെങ്ത് ഉള്ള ടോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ള ലുക്കിലുള്ള ടോപ്പാണ്. നല്ല സൂപ്പർ മെറ്റീരിയലാണ്. പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ എന്ന് പറയട്ടെ. പിന്നെ ഇതിൻ്റെ ഓപ്പണിംഗ് ആണെങ്കിൽ 1-2 ബട്ടൺ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്തിട്ടൊക്കെ ഒരു ഫീഡിങ് ഫ്രണ്ട്ലി ആക്കാൻ പറ്റിയൊരു ടോപ്പ് തന്നെയാണ്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 28 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കിക്കണ്ട, അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. അത്യാവശ്യം ഇങ്ങനെ ഷർട്ടിന്റെ ബട്ടൺ ടൈപ്പ് പോലെയാണ് പോയിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ ടെക്സ്റ്റൈൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡബിൾ എക്സൽ ആണ് സൈസ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ഈ ഷർട്ടിന്റെ ഒക്കെ കട്ടിങ് പോലെ തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത്. വേറെ കട്ടിങ് ബോറ അങ്ങനൊന്നും ടോപ്പിന് വന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പലാസോ പാൻസിന് അല്ലെങ്കിൽ ബാഗി ഫിറ്റ് പാൻസ്, മൗം ഫിറ്റ് പാൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ വെറും 795 പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്. ഒരു സ്ട്രെച്ചഡ് ആയിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും നല്ല കളർ ചാർട്ട് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും ഒരു ഓവർ സൈസ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് തന്നെയാണ്. വേണ്ട ഷോൾഡർ കട്ടൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ. വേണ്ട കളേഴ്സ് എല്ലാം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കുറച്ച് kg കൂടിയ മെറ്റീരിയലാണെന്ന് തോന്നുന്നത്. അത്യാവശ്യം വെയിറ്റ് പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള കളർ ചാർട്ടാണ്. അപ്പോൾ ഇതൊന്നും ഓവറായിട്ടുള്ള റിപ്പീറ്റേഷൻ നമ്മുടെ അടുത്തില്ല. ലിമിറ്റഡ് സ്റ്റോക്കാണ്. പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ഡബിൾ എക്സൽ സൈസിലൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ലെങ്ത്തിലൊക്കെ ടോപ്പ് വരാൻ നേരത്തിട്ട്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്.